AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധിയുടെ പിതാവ് മർവിൻ മിസ്കി ആണ്. അദ്ദേഹം മനഃശാസ്ത്രപരമായ ഗവേഷണ വഴിയാണ് പ്രശസ്തനായത്. മനുഷ്യനെപ്പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് AI. അത് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തനം. അത് 1990 ടെർമിനേറ്റർ, മെട്രിക്സ് തുടങ്ങിയ സിനിമകൾ ഇറങ്ങിയതോടെയാണ് മനുഷ്യർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് ബാങ്കിങ് മേഖലയിലും ആരോഗ്യ മേഖലകളിലും എല്ലാം പരക്കെ ഉപയോഗിച്ചു വരുന്നു. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പക്ഷിയെക്കുറിച്ച് ആണെങ്കിൽ പക്ഷിയുടെ കാലുകൾ, ഉടൽ, തൂവൽ, ചുണ്ട്, തല ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നു. അങ്ങനെ കൂടാതെ ആയിരക്കണക്കിന് പക്ഷിയുടെ ചിത്രങ്ങൾ അതിൽ ചേർക്കുന്നു. അങ്ങനെ കമ്പ്യൂട്ടർ അതിൽ നിന്നും പക്ഷിയെ തിരിച്ചറിയുന്നു. പക്ഷേ അതിലും ചില അപാകതകൾ കടന്നുകൂടാം. പെൻഗ്വിന് ഈ പറയുന്ന പക്ഷിയുടെ ചില ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. അതും പ്രത്യേകം നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ പക്ഷിയെ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ മനുഷ്യരുടെ ആണെങ്കിലും അനേക രൂപങ്ങളിലെല്ലാം ഇതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി രൂപം നിർമ്മിക്കാൻ കമ്പ്യൂട്ടറിന് കഴിയും. അതുപോലെ അനേകം നോവലുകൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ പകർപ്പ് പോലെ കമ്പ്യൂട്ടറിന് രൂപപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഈ അനേകം നായയുടെ പടം കൊടുത്തിട്ട് അത് തിരിച്ചറിയാൻ വേണ്ടി പരിശോധിച്ചപ്പോൾ അതിൽ ചില അപാകതകൾ സംഭവിക്കുകയുണ്ടായി. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രമായിരിക്കും ചിലപ്പോൾ AI കൂടുതൽ നിരീക്ഷിച്ച് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റുകൾ സംഭവിക്കാം. അതിൽ പരിഹാരം കണ്ടെത്തി പിന്നീട് നവീകരിച്ച് മാറ്റിയിട്ടുണ്ട്. എത്രയൊക്കെ ആയാലും മനുഷ്യനെ പോലെയുള്ള ആ ചിന്താഗതി ഉണ്ടാവുകയില്ല. സ്വന്തമായിട്ടുള്ളൊരു ബോധം ഒരിക്കലും ഒരു യന്ത്രത്തിന് ഉണ്ടാവുക സാധ്യമല്ല. പിന്നെ ഇത് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്താണ് ഈ AI സാങ്കേതികവിദ്യ വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത്. പക്ഷേ അതും ഏത് കാര്യവും ശരിയായ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായി തീരും. പക്ഷേ അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് മനുഷ്യരാശിക്ക് വളരെയേറെ ദോഷം ചെയ്യും. ഏത് കാര്യവും അങ്ങനെയാണല്ലോ. വേണ്ടതിന് ഉപയോഗിച്ചാൽ അത് നന്നായിരിക്കും, വേണ്ടാത്തതിന് ഉപയോഗിച്ചാൽ അത് ദോഷകരമായി തീരും. എത്രയൊക്കെ സാങ്കേതികവിദ്യ ഉയർന്നു വന്നാലും മനുഷ്യൻ അവനവനിലുള്ള കഴിവ് വളർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത്. അതിന് നമ്മൾ അറിവ് സമ്പാദിക്കണം. അങ്ങനെ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകാരുണ്ടാവുകയുള്ളൂ. കൂട്ടുകാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ബുദ്ധിയെ ഉണർത്തിക്കൊണ്ടുവന്ന് അയനം ധ്യാനം വഴി നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിൻ്റെ കഴിവ് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. അത് മുന്നിൽ കണ്ട് വേണം നമ്മൾ ഭാവി ജീവിതം കെട്ടിപ്പടുക്കുവാൻ.
ബുദ്ധിയെ ഏകാഗ്രമാക്കി നമുക്ക് കഴിവ് വികസിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ AI സാങ്കേതികവിദ്യയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് ലോകത്തിന് ഉപകാരകരമായി തീരും.